സാരി നന്നായിട്ടുണ്ട്. അല്ല, ഇത് എന്റെ സ്വന്തം ക്രിയേഷൻസിലെ പ്രോഗ്രാമിന്റെ കുറെ വീഡിയോസ് പുറത്തു വന്നു. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രോഗ്രാമിൽ എത്രത്തോളമാണോ മോശമായത് അതിന്റെ ഒരു 100 ഇരട്ടി മോശമായിട്ടുള്ള വീഡിയോസ് ആണിത്. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മൾ ലാസ്റ്റ് ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു ആറ്റുകാൽ പൊങ്കാലയായിട്ട് റിലേറ്റഡ് ആയിട്ട്. അതായത് റനീഷ ചേച്ചി ആ ഒരു പൊങ്കാല ഇട്ടതിനെ തുടർന്നിട്ട് നമ്മുടെ നാട്ടിലെ ചില വർഗീയ വശം കൊണ്ട് നടക്കുന്ന ചില ആളുകളുടെ മെന്റാലിറ്റീനെയും അതിന്റെ കമന്റ് സെക്ഷൻ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു. ഒപ്പം തന്നെ ഈ ഓൺലൈൻ മീഡിയാസിന്റെ ക്യാമറ ആംഗിളിനെ പറ്റിയിട്ട് ജസ്റ്റ് നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം ജസ്റ്റ് പറഞ്ഞു പോകുകയല്ലത്, കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് അതിനെ പറ്റിയിട്ട് സംസാരിക്കണം എന്ന് തോന്നിയ ഒരു വിഷയമാണെന്ന് തോന്നിയോണ്ട് മാത്രമാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. എനിക്ക് ഓൺലൈൻ മീഡിയാസിൽ വർക്ക് ചെയ്യുന്ന നമ്മുടെ പല സുഹൃത്തുക്കളുണ്ട്. നമ്മൾ മുമ്പൊരിക്കൽ കൊച്ചിയിൽ വർക്ക് ചെയ്യുന്ന ടൈമിൽ ഒപ്പം ജോലി ചെയ്തിട്ടുണ്ടായിരുന്ന എൻ്റെ ഒരു സുഹൃത്തുണ്ട്. അവൻ ഓൺലൈൻ മീഡിയ ആയിട്ട് പറയുന്ന പ്രോഗ്രാംസിന് ഇവരുടെ കുറച്ച് വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ട്. ഇന്നടത്ത് ഇന്ന ആൾ വരും അത് ഇതെന്നൊക്കെ പറയുമ്പോഴത്തേനും ഓരോരുത്തർ പോയി ഇതൊക്കെ കവർ ചെയ്യുക, അങ്ങനത്തെ പരിപാടിയായിട്ടൊക്കെ ഫുള്ള് നടക്കുന്ന ഒരു പരിപാടിയായിരുന്നു. അപ്പോൾ അതിനുശേഷം അവനത് വിട്ട് നമ്മുടെ കൂടെ ആ ജോലിക്ക് വന്നതിൻ്റെ കാര്യമൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു, അളിയാ ഇത് ചീത്തപ്പേരാടാ, സീരിയസ്ലി ചീത്തപ്പേരാണ്. മറ്റേ വിളിസിയും പിടിക്കാൻ പോകുന്ന പോലത്തെ ഏതാണ്ട് ഇതുപോലത്തെ ഒരു പരിപാടി തന്നെയാണ്. പ്രധാനമായിട്ട് ഈ നീലക്കുരു പോലുള്ള പല മീഡിയാസും കാണിച്ചേക്കുന്ന കോപ്രായങ്ങളാണ് ഇവർക്കിത് മോശപ്പേരായിട്ട് വരുന്നത്. ഒപ്പം തന്നെ ഇതിനകത്ത് ഇത്തരത്തിൽ വളരെ ഡീസൻ്റ് ആയിട്ട് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്ത് കവർ ചെയ്ത് പോകുന്ന ആൾക്കാരുണ്ട്. അവർക്ക് കൂടെ ഇവരെ പോലുള്ളവർ നാണക്കേട് ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, കഴിഞ്ഞ ദിവസം ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വന്നപ്പോഴത്തേക്കിന് അവർ സാരി ഉടുത്തുകൊണ്ട്, ഇപ്പം സാരി ഉടുത്ത് വന്നതിലും പ്രശ്നമായിട്ട് കാണുന്ന ആൾക്കാരുണ്ട്. അതിനെപ്പറ്റി നമുക്ക് ഇങ്ങോട്ട് സംസാരിക്കാം. അവർ വസ്ത്രം എന്ത് വസ്ത്രം ആയിക്കോട്ടെ ധരിച്ചു വരുന്നു. അപ്പോൾ ആ ചൂടാണ്, പുകയൊക്കെ അടിച്ചിട്ട് ഭയങ്കര അൺകംഫർട്ടബിൾ ആയിട്ടായിരിക്കും അവിടെ ഇരിക്കുന്നത്. ആ ചൂടൊക്കെ നമുക്ക് എത്ര പേർക്ക് ഇങ്ങനെ സഹിച്ചിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് AC മുറിയിൽ ഇരിക്കുന്ന പോലെ ഇരിക്കാൻ പറ്റില്ലല്ലോ. ആ സമയത്ത് നമ്മുടെ ഡ്രസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് മാറുക കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്കിന് കൃത്യമായിട്ട് ആ സമയത്ത് ഷൂട്ട് ചെയ്തിട്ട് ഇവന്മാർ കാണിച്ചു വെക്കുന്ന കുറച്ച് പരിപാടികളുണ്ടായിരുന്നു. വിശദമായിട്ട് നോക്കാം, അതിലെ ഓരോ വീഡിയോസ് ആയിട്ട് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നീള നമ്പ്യാരുടെ വീഡിയോ ഇവന്മാർ എടുക്കാൻ നിൽക്കുന്ന ഒരു ആംഗിൾ എടുക്കാൻ നോക്കുന്നത് നിങ്ങൾ കണ്ടോ? ദിവസവും സമയവും ആ സംഭവം നിങ്ങൾ കണ്ടില്ലേ? അതായത് ബാക്കിൽ നിന്ന് പിന്നെ സൂം ചെയ്തിട്ട് എവിടാണോ ഇവന്മാർക്ക് കിട്ടേണ്ടെന്ന് അവിടോട്ട് പോയിക്കാണ്. അവിടെ വെറുതെ ഇരിക്കുകയാണ്. അപ്പം ഇവന്മാർ പോയേക്കുന്ന സാധനമാണ്. ഇനി അടുത്തത് നെഞ്ചിന്റെ ഭാഗത്തല്ലാതെ ഇവന്മാർക്ക് വേറെ അങ്ങ് എടുക്കാൻ ഇവന്മാർക്ക് അറിയത്തില്ല. ഓക്കെ, ഇതിന്റെ ക്യാപ്ഷൻ നോക്കണം, അത് വൻ കോമഡിയാണ്. നിറ കണ്ണുകളോടെ പൊങ്കാല അർപ്പിച്ച് നായിക പാർവതി നായർ. എടേ അവിടെ ആ പുകയൊക്കെ അടിച്ചിട്ട് കണ്ണ് നീറിയിട്ടിരിക്കുകയാണ്. അതിനാണ് ഇവന്മാർ അങ്ങനെ ഇത് കൊടുത്തത്. ഇനി അടുത്തത് ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള നിവേദ്യയുടെ വീഡിയോ ഇവന്മാർ എടുത്തിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോക്കകത്ത് ഞാൻ ഇതിനെ പറ്റിയിട്ട് സംസാരിച്ചിരുന്നു. നമുക്കത് ഒന്നുകൂടെ ഒന്ന് കാണാം. അവന്മാരെ കണ്ടതും നേരെ ആ കുട്ടി നേരെ എണീച്ച് നിന്നിട്ടുണ്ടായിരുന്നു. കാര്യം ആ കുട്ടിക്ക് അറിയാം ഇവന്മാർക്ക് ബെൻഡ് ആംഗിൾ സിൻഡ്രോം ഉണ്ടെന്നുള്ളത്. അതായത് ആരെങ്കിലും ബെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം നേരെ പോയിട്ട് ഇവന്മാർ സൂം ചെയ്തിട്ട് എടുക്കാൻ പോകുന്നത് എന്താണെന്ന് ആ കുട്ടിക്ക് അറിയാം. ഇത് ഫസ്റ്റ് ടൈമാണോ? അവിടെ ആ കുട്ടീനെ മാത്രമല്ല, എടേ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, എനിക്ക് തോന്നുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഇവന്റെ വീട്ടിലുള്ള സ്ത്രീകൾ ഇതുപോലെ കഴിയുമ്പോൾ ഇവൻ വീട്ടിൽ നിന്നാണ് സ്വയമായിട്ട് ഇങ്ങനെ പഠിച്ചു വന്നിട്ടുള്ളത്. സ്വന്തം വീട്ടിലെ സ്ത്രീകൾ ഇങ്ങനെ ഇതൊക്കെ ഉള്ള ഇവൻ ഇത്ര ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് നിൽക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവണില്ല സീരിയസ്ലി. അപ്പം ഇതെന്തായാലും കണ്ടതിനെ തുടർന്നിട്ട് തന്നെ ഈ കുട്ടിയുടെ അമ്മ തോർത്തുകൊണ്ട് ഇത് മറച്ചു. എന്താണെങ്കിലും തോർത്ത് കച്ചവടക്കാർക്ക് നല്ല കച്ചവടം എന്താണെങ്കിലും ഈ നീലക്കോയിൽ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. കാര്യം പല ആളുകളും പിന്നീട് തോർത്ത് വാങ്ങിച്ചിട്ടുള്ള വിഷ്വൽസ് കണ്ടിട്ടുണ്ടായിരുന്നു. കണ്ടില്ലേ? തോർത്ത് വെച്ച് കവർ ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. കാര്യം എന്താണ്, ഇവന്മാർ ആ ഫ്രണ്ടിൽ നിൽക്കുന്നുള്ളത് ആ അമ്മയ്ക്ക് അറിയാം. ഓക്കെ, ആദ്യം ഭയങ്കര ഓക്വേർഡായിട്ട് ആ കുട്ടി എണീറ്റ് നിന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ആ കുട്ടിയുടെ അമ്മ തന്നെ ഇതിട്ട് കവർ ചെയ്തത്. ഇനി അതിനുശേഷം കഴിഞ്ഞ ദിവസം ഭയങ്കര ഫുള്ള് നിറഞ്ഞു നിന്നേക്കുന്ന ഒരാളായിരുന്നു ലിച്ചി. പുള്ളിക്കാരി ആക്ച്വലി ഒരു സാരിയുടെ പ്രൊമോഷനൊക്കെ ഇതിൻ്റെ ഇടയിൽ കൂടെ നടത്തി പോയിട്ടുണ്ട്. അതിന്റെ വീഡിയോ ഞാൻ സൈഡിൽ കൊടുക്കാം. സാരി നന്നായിട്ടുണ്ട്. ഇത് എന്റെ സ്വന്തം
ആ ക്രിയേഷൻസിലെ വിഷു കളക്ഷനിലെ സാരിയാണ്. ഇഷ്ടമായോ? വാങ്ങിച്ചു കൊടുക്കുന്ന ഭാര്യയ്ക്ക്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരിയെ വെച്ചുകൊണ്ട് മുതലാക്കിയിട്ട് ഉണ്ട്. അതൊന്ന് കാണണം നിങ്ങൾ. അന്ന ചേച്ചി എത്ര ബുദ്ധിമുട്ടി സഹിച്ചാണ് പൊങ്കാല ഇടുന്നതെന്ന് കണ്ടോ. ഇനി അടുത്തൊരു സാധനമുണ്ട്, ഇതിന്റെ ക്യാപ്ഷൻ നിങ്ങൾ കാണണേ. ഇതിന്റെ ക്യാപ്ഷൻ അമ്മമാർ ഇട്ടേക്കുന്നതാണ്. അന്ന ചേച്ചി അമ്മയോട് ചോദിച്ച് പൊങ്കാലത്തെ കാലത്തിൽ ഇട്ടത് എന്തായിരിക്കും? 2 മിസൈൽ അതിനകത്തോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് മറ്റേ അരുൺ ബെല്ലാൻ്റെ പുള്ളിയൊക്കെ കമന്റ് ഇട്ടിട്ടുണ്ട്, പൊങ്കാലക്കെങ്കിലും വെറുതെ വിടടാന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ ആൾക്കാർ കമന്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇവന്മാർ ഇങ്ങനത്തെ ക്യാമറ ആംഗിൾ ഇങ്ങനെ വെച്ച് എടുത്തതിനേക്കാൾ കൂടുതൽ പല ആളുകൾക്കും പ്രോപ്പർ ആയിട്ടുള്ളത് പുള്ളിക്കാരി ദൈവികപരമായിട്ടുള്ളൊരു ഉത്സവമാണ്, അപ്പം ആറ്റുകാൽ പൊങ്കാല, അപ്പം അങ്ങനെയുള്ളിടത്ത് ഇങ്ങനെയാണോ വസ്ത്രം ധരിച്ചു വരേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് ഒരാളുടെ വസ്ത്രധാരണത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് പറയുന്ന കുറച്ച് ആൾക്കാരെ നമുക്ക് പല സ്ഥലങ്ങളിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ അതിനുള്ള കാര്യം കൃത്യമായിട്ട് കഴിഞ്ഞ വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമാണ്. ഇപ്പം സാരി ഉടുക്കുന്നതും പലർക്കും ഇപ്പം പ്രശ്നമാണ്. ഇനി അത് കഴിഞ്ഞിട്ടുള്ള ഇവന്മാരുടെ മറ്റ് പല കലാവിരുദ്ധൂടെ നമുക്ക് കാണാം. എൻ്റെ പൊന്ന് നീലക്കോയില് ആ കലം കൂടെ ഇടയ്ക്കൊന്ന് വീഡിയോ എടുക്കാൻ കേട്ടോ. ഇനി അടുത്തത് മീരേശീൻ്റെ അടുത്ത് പോയിട്ട് എടുക്കുന്ന സംഭവം കൂടെ കാണാം. അതൊന്നും അമ്മമാർക്ക് കുഴപ്പമില്ലെന്ന്. നിമ്മാർക്ക് കുഴപ്പമില്ല എന്നുള്ളത് അറിയാം. അതുകൊണ്ടാണല്ലോ കൃത്യമായിട്ട് അത്രയും ചൂടൊക്കെ കൊണ്ട് അത്രയും ബുദ്ധിമുട്ട് ഇതായിട്ടിരിക്കുന്ന ആ ഒരു ടൈമിൽ പോലും പോയിട്ട് അവർക്ക് ആ സമയത്ത് അവരുടെ ബോഡി പാർട്സ് ഒക്കെ കവർ ചെയ്യാനുള്ള ആ ഒരു ഇത് കാണൂലൂടെ. അത്രയും ചൂട് സഹിച്ച് അവർ ആ ഒരു ഭക്തിസാന്ദ്രമായിട്ട് ആ ഒരു രീതിയിൽ നിൽക്കുകയല്ലേ. അപ്പൊ അതിന്റെ ഇടയ്ക്കൂടെ പോയിട്ട് അവന്മാർക്ക് കുഴപ്പമില്ലെന്ന്. നമുക്ക് പിന്നെ ഇത് നിത്യ തൊഴിൽ അഭ്യാസമാണ്. അവന്മാർക്കും ഓർമ്മ വെച്ച കാലം തൊട്ട് പൊങ്കാല ഇടുന്നുണ്ട്. ഇതെന്റെ വീട് തന്നെയാണല്ലോ. എന്റെ വീട് ആറ്റുകാലായോണ്ട് ഇതെന്റെ പാരന്റൽ വീടാണ്. സോ എനിക്കൊന്ന് ഓർമ്മ വെച്ച കാലം തൊട്ട് ഇടുന്നുണ്ട് പൊങ്കാല. സോ എത്രാമത്തെ പൊങ്കാലയാണ് ചോദിച്ചാൽ പെട്ടുപോകും നമ്മള്. പിന്നെ എന്താണെങ്കിലും ഈ ഒരു ഒറ്റ പൊങ്കാല കൊണ്ട് നീലക്കുയിലിന്റെ സ്കിൽസ്, ആ കഴിവേറുത്തരം നമുക്ക് വളരെ കൃത്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇനിയും ഞാനിവിടെ സംസാരിക്കുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ബോഡി ബിൽഡർ ആയിട്ടുള്ള ആരതി, ആ ഒരു ലേഡിക്ക് മുമ്പ് ഉണ്ടായിരുന്ന ദൃശ്യം കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ പുള്ളിക്കാരി ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അതായത് മുമ്പൊരു ജിമ്മിൻ്റെ ഇനാഗുറേഷന് പോയ ടൈമിൽ പുള്ളിക്കാരിക്ക് പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് കിട്ടിയേക്കുന്ന ഒരു ഡ്രസ്സായിരുന്നു. അപ്പോൾ ആ ഒരു ഡ്രസ്സിൻ്റെ നെക്ക് പോർഷനൊക്കെ ഒരു ഇച്ചിരി മാറിയിട്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് അതിനെ ഒന്ന് റെഡിയാക്കാനുള്ള ഒരു സാവകാശമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ പുള്ളിക്കാരി ആ ഒരു ഇനാഗ്രേഷന് പോകുന്ന ടൈമിൽ ചെരുപ്പ് എന്തോ ഒന്ന് ജസ്റ്റ് ഒന്ന് കുഞ്ഞ് റെഡിയാക്കുന്ന ഇതിൻ്റെയൊക്കെ ഇവന്മാർ കൃത്യമായിട്ട് ഷൂട്ട് ചെയ്തിട്ട് മറ്റൊരു രീതിയിലോട്ട് ആക്കിയിട്ട് ഇവന്മാർ എയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പുള്ളിക്കാരിക്ക് ഭയങ്കര രീതിയിലുള്ള ബുദ്ധിമുട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. മാത്രമല്ല നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇവരിപ്പം സ്വന്തം സൗന്ദര്യം ആളുകളെ കുറിച്ച് കാണിച്ചുകൊണ്ട് അങ്ങനെ ഡ്രസ്സ് ചെയ്യാനെ കൊണ്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, അതൊക്കെ അവരുടെ സ്വാതന്ത്ര്യമാണ്. അതിനകത്ത് ആരും പോയിട്ട് ഇടപെടേണ്ട ഒരാവശ്യമില്ല. അപ്പം അങ്ങനെയുള്ളവരുടെയൊക്കെ പോയിട്ട് ഇപ്പം അവരും ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കും ഇങ്ങനെ നിങ്ങൾ വീഡിയോസ് എടുത്തോളൂ എന്ന് പലർക്കും അവർ ഓക്കെ ആയിരിക്കും. എന്നാൽ അത് അല്ലാത്ത ആൾക്കാരുടെ അടുത്ത് പോയിട്ട് ഉമ്മാർ ഇങ്ങനെ കാണിക്കുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ ഇത്തരത്തിൽ ഈ പല നടിമാരുടെയൊക്കെ ഫോട്ടോസും വീഡിയോസും അല്ലെങ്കിൽ സിനിമയിലെ അല്ലെങ്കിൽ പാട്ടിൻ്റെ അല്ലെങ്കിൽ റീൽസിൻ്റെ ഒക്കെ ഏതെങ്കിലും പോർഷൻസ് ഇമാര് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അതിനെ ഭയങ്കര വൾഗറായിട്ട് കാണിച്ചുകൊണ്ട് ഈ വേറെ കുറേ എഴുത്തുകൾ ഇവന്മാർ ചേർത്ത് വെച്ചിട്ട് വേറെ സിനിമകൾ ഇവന്മാർ പറിച്ചു വിടാറുണ്ട് ചില പോസ്റ്റുകളിനകത്തൂടെ. ആ രീതിയിലോട്ട് കൊണ്ടുപോകും. പിന്നെ ഇതിനകത്ത് ഏതാ ഒറിജിനൽ ഏതാന്ന് അറിയാൻ പറ്റാത്ത രീതിയിലുള്ളൊരു ടൈമാണിത്. ഇവന്മാർ ഇങ്ങനെ ഉണ്ടാക്കി വെക്കുമ്പോഴത്തേക്കിന് ഈ കണ്ണന്തിരിവ് കാണിക്കുന്ന പിതൃശൂന്യത കാണിക്കുന്ന കുറച്ച് അവന്മാർക്ക് കുറച്ചുകൂടി ഈസി ആവാറുണ്ടല്ലോ.
എന്നാണെങ്കിലും ആരതി പുള്ളിക്കാരി ഇട്ടേക്കുന്ന ഒരു വീഡിയോ കൂടെ നമുക്കൊന്ന് കാണാം. നമുക്ക് എപ്പോഴും മാനേജ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അതായത് നമുക്ക് ഒരേ സമയത്ത് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റും. ഇപ്പോൾ ഒരു സ്ലിറ്റ് ഉണ്ടെങ്കിൽ സ്ലിറ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകുന്നത് നോക്കണം. അല്ലെങ്കിൽ ഡീപ്പ് നെക്ക് ആണെന്നുണ്ടെങ്കിൽ നെക്ക് നമ്മളൊന്ന് കുനിയോ തിരിയോ ചെയ്ത് കഴിഞ്ഞാൽ അതെവിടേക്ക് പോകണമെന്ന് ചിന്തിക്കണം. ഇതെല്ലാം നമുക്ക് കംപ്ലീറ്റ് ബ്ലാങ്ക് ആയി പോകുന്ന ചില സമയങ്ങളുണ്ട്. എപ്പോഴും നമുക്ക് ഇത് നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റാത്ത നേരങ്ങൾ. അപ്പം ഞാൻ ലാസ്റ്റ് ഒരു ബ്ലാക്ക് ഡ്രസ് ഇട്ടിരുന്നതിൽ ഞാനെന്തോ അതായത് പോസിങ് കഴിഞ്ഞിട്ട് തിരികെ വന്ന് ചെരുപ്പിട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചെരുപ്പിടുന്നതിൽ ഫോക്കസ് ചെയ്തേക്കുവാണ്. എന്റെ സ്ലിറ്റ് ആ ടൈമിൽ കറക്റ്റായിട്ട് പിടിച്ചു വെക്കുന്നതിൽ ഞാൻ ഫോക്കസ് ചെയ്യണം. ആ സമയത്ത് ഞാൻ എന്റെ നെക്ക് അല്ലെങ്കിൽ അത് കുറച്ച് ഡീപ്പ് നെക്ക് ആയിരുന്നു, അതിനെപ്പറ്റി ഞാൻ മറന്നുപോയി എന്നുള്ളതാണ് സത്യം. അപ്പോൾ ആ ചെരുപ്പിട്ടുകൊണ്ടിരുന്ന അത്രയും സമയം ഇത് ഫുൾ ഫോക്കസില് ക്ലോസപ്പില് എത്രത്തോളം കവർ ചെയ്യാമോ അത്രത്തോളം കവർ ചെയ്ത് പല മീഡിയാസും അതെടുത്ത് ഇടുകയുണ്ടായി. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ ഞാനിത് ഒരുപാട് വീഡിയോസ് ഒന്നും എടുത്ത് നോക്കാറില്ല. പക്ഷെ ഇത് കാണുന്ന പലരും എനിക്ക് എടുത്ത് അയച്ചു തരികയാണ്, ഇങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കിത് കാണുമ്പോൾ ഭയങ്കര സങ്കടം ഉണ്ടാവുന്നത്. ഇപ്പം ഇതിപ്പം ഞാൻ മാത്രമല്ല, ഇപ്പൊ എന്റെ അമ്മ കാണുന്നുണ്ട്, എന്റെ കുടുംബക്കാർ കാണുന്നുണ്ട്, ഇല്ലെങ്കിൽ എനിക്ക് ചുറ്റുമുള്ള ആൾക്കാരെല്ലാം ഇത് കാണുന്നുണ്ട്. അപ്പോൾ എന്റെ അമ്മ മേ ബി ഇത് തീർച്ചയായും കണ്ടിട്ടുണ്ടാവും. അമ്മയ്ക്ക് ഇത് കണ്ടിട്ട് വളരെ വിഷമം ഉണ്ടായിട്ടുണ്ടാവും. അമ്മയ്ക്കറിയാം ഒരിക്കലും ഞാൻ അങ്ങനെ ഒരാളെ അല്ല എന്നുള്ളത് എന്റെ അമ്മയ്ക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം. ഉറപ്പായും എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് സംഭവിച്ചതാണെന്നും അമ്മയ്ക്ക് മനസ്സിലാവും. കാരണം പലപ്പോഴും അമ്മയും കൂടെ ഉണ്ടായിരുന്ന പല പ്രോഗ്രാംസിലും ഇതേ അവസ്ഥ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതായത് ലാസ്റ്റ് മൊമെന്റിലായിരിക്കും നമുക്ക് ഇത് ഇത്രയും മാനേജ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഡ്രസ്സാണ് എന്ന് മനസ്സിലാവുകയും ആ ടൈമിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഒന്ന് ടേപ്പ് ഒട്ടിച്ചു വെക്കുക, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ എന്തെങ്കിലും ചെയ്ത് വെച്ചിട്ട് ലാസ്റ്റ് ആ ടേപ്പ് നമ്മൾ വേർക്കുന്ന സമയത്ത് അത് ഇളകി വീണ്ടും പോകുന്നു. വീണ്ടും ഞാൻ വളരെ അൺകംഫർട്ടബിൾ ആയിട്ട് പല വീഡിയോസും പിടിച്ച് ഇങ്ങനെ വെക്കുന്ന ഒരുപാട് വീഡിയോസ് വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അപ്പൊ എന്റെ അമ്മയ്ക്ക് മിക്കവാറും ഇങ്ങനെ ഒരു അവസ്ഥ മനസ്സിലാവും. പക്ഷെ നമുക്ക് ചുറ്റുമുള്ള ആൾക്കാരുണ്ട്. അതായത് നമ്മൾ എപ്പോഴാണ് ഒന്ന് താഴേക്ക് വീഴുക, ഇല്ലെങ്കിൽ നമ്മളെ കുറ്റം പറയാൻ ഒരു അവസരം നോക്കി നടക്കുന്ന പല ആൾക്കാർക്കും ഇതൊരു ആഘോഷമായിരിക്കും. തീർച്ചയായിട്ടും അത് ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ ഇപ്പം നേരിൽ അങ്ങനെയുള്ള ആൾക്കാരൊന്നും കാണുന്നില്ല. ഞാൻ എന്റേതായ ഒരു ലോകത്ത് വളരെ സമാധാനമായിട്ട് തനിച്ച് ജീവിക്കുന്ന ഒരാളാണ്. പക്ഷേ എന്റെ അമ്മയെ സംബന്ധിച്ചോളം ഒരു കുടുംബത്തിനുള്ളിൽ ജീവിക്കുന്ന ഒരാളാണ്, ഇങ്ങനെയുള്ള മറ്റാൾക്കാരുമായിട്ട് സഹകരിച്ച് ജീവിക്കുന്ന ഒരാളാണ്. അങ്ങനെ ഒരാളെ സംബന്ധിച്ച് അവർക്കൊക്കെ ഇത് വളരെ സങ്കടം ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരിക്കും. അപ്പോ ഈ കാര്യം ഞാൻ ഇന്നൊരു പ്രോഗ്രാമിന് പോയി വന്നപ്പോൾ എല്ലാ മീഡിയസിനോട് ഞാൻ പറഞ്ഞു, ദയവ് ഇത് എന്നെ അങ്ങനെ ഒരു കാറ്റഗറിയിലോട്ട് പെടുത്തില്ല, ഞാൻ അങ്ങനെ ഒരാളല്ല, എനിക്ക് ഇങ്ങനെ കാണിച്ചിട്ട് ജീവിക്കണം എന്നുള്ളൊരു ആഗ്രഹമേ ഇല്ലാത്ത ഒരാളാണ്. അപ്പോൾ ഞാൻ എന്റെ ബോഡി കാണിക്കുക, അല്ലെ ബോഡി ഷോ കാണിക്കുക എന്ന് ഉദ്ദേശിക്കുന്നത് അതൊരു ആർട്ട് ഫോമാണ്. അത് എന്നെ സംബന്ധിച്ച് അങ്ങനെയാണ്. ഞാൻ ഒരിക്കലും ഒരു സെക്ഷലൈസ് ചെയ്യാത്ത, അല്ലെങ്കിൽ എന്നെ ഒബ്ജക്ടിഫൈ ചെയ്യാത്ത, പക്ഷെ അതുപോലെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എനിക്ക് ഈ പ്രോഗ്രാമിന് പോവുക എന്നൊക്കെ ഉള്ളത് സത്യം പറഞ്ഞാൽ ഒന്ന് സെറ്റിലായി സമാധാനമായിട്ട് ജീവിക്കാൻ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ ആദ്യം ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സാധനമാണിത്. കാര്യം ഈ വല്ലപ്പോഴും ഉള്ള ഒരു അണിഞ്ഞൊഴുങ്ങി പോക്കാണെങ്കിൽ പോലും എന്നെ സംബന്ധിച്ച് എനിക്ക് മാനസികമായിട്ട് ഒരുപാട് സമ്മർദ്ദം തരുന്ന ഒരു സംഭവമാണ്. അപ്പൊ ഞാൻ അതിൽ കൂടുതൽ ഇങ്ങനെയൊക്കെ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അപ്പൊ ഞാനിത് പറഞ്ഞ് ഇറങ്ങിയിട്ടില്ല. ഈ പ്രോഗ്രാമിന്റെ കുറെ വീഡിയോസ് പുറത്തു വന്നു. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രോഗ്രാമിൽ എത്രത്തോളമാണോ മോശമായത് അതിന്റെ ഒരു 100 ഇരട്ടി മോശമായിട്ടുള്ള വീഡിയോസ് ആണിത്. അപ്പൊ ഇത് കണ്ടു കഴിഞ്ഞിട്ട് എനിക്കറിയില്ല ഞാനിനിയിപ്പോ ഇത് എങ്ങനെ എന്താ പറയുക, ഇത് എത്ര പേരുടെ കയ്യിൽ ഇതുപോലുള്ള വീഡിയോസ് ഉണ്ട്, ഇവരിതുകൊണ്ടൊക്കെ എന്താണ് ചെയ്യാൻ പോകുന്നത്, എത്ര ഇടങ്ങളിൽ ഇവരിതെല്ലാം പോസ്റ്റ് ചെയ്യുന്നുണ്ട്, ഇതൊന്നും എനിക്ക് അറിയില്ല. ഞാനിനി അങ്ങനെ എന്ത് ചെയ്യണം എന്നറിയില്ല, എങ്ങനെ ബ്ലോക്ക് ചെയ്യണം എന്നറിയില്ല. ഇതൊക്കെ എങ്ങനെ എന്താ പറയാ, ഐ ഡോണ്ട് നോ. ഇത്രയും ഒക്കെ ഒരു മനുഷ്യത്വം ഇല്ലാത്ത ആൾക്കാർ നമ്മുടെ ചുറ്റുമുണ്ടെന്ന് ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് ഈ സമൂഹത്തിലോട്ട് ഇറങ്ങി ജീവിക്കാൻ പേടിയാവുകയാണ്. എനിക്ക് ഇതൊക്കെ വേണ്ടാന്ന് വെച്ചാലോ എന്ന് പോലും എനിക്ക് തോന്നിപ്പോവുകയാണ്. പക്ഷെ നമ്മള് ജീവിക്കണം എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട്, അതായത് ഞാൻ എവിടുന്നാണോ വന്നേ അവിടേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹമില്ലാത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇതിൽ എങ്ങനെയും കടിച്ചു തൂങ്ങി നിൽക്കാൻ നോക്കുന്നത്. ദയവ് ഇത് എന്നെ ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കല്ലേ. ഇവന്മാര് ഇങ്ങനൊരു കാര്യം ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഈ വീഡിയോ ഇവർ മാത്രമല്ല അപ്ലോഡ് ചെയ്യുന്നത്, ഇത് പിന്നീട് മറ്റു പല അക്കൗണ്ട്സിലും പോയിട്ട് ഇപ്പം ഈ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പോകുന്ന ഇവന്മാർ തന്നെ ഇപ്പം
പോകുന്ന ഒരാളാണെങ്കിൽ ഒന്നിപ്പം ഈ നീലക്കോയിലിന്റെ പേര് നമ്മളിപ്പോൾ എടുത്തതെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ മീഡിയസിൻ്റെ കാര്യം പറയുമ്പോൾ ചില ആളുകൾ ചെയ്യുന്നൊരു പരിപാടി 2 ഫോൺ കൊണ്ട് പോയിട്ട് ഒരേ രീതിയിൽ ഷൂട്ട് ചെയ്തിട്ട് ഒരു ചാനലും മറ മെയിൻ ചാനലും പിന്നെ സെക്കൻഡ് ആയിട്ട് ഈ ഫോണിലെ ഫൂട്ടേജ് അടുത്തൊരാൾക്ക് വിൽക്കും. അല്ലെങ്കിൽ ഈ സെയിം ഫൂട്ടേജ് തന്നെ മറ്റ് ചാനൽസിന് ഇതുപോലെ പൈസക്ക് പോകും. കാര്യം അവന്മാർക്ക് കുറച്ചുകൂടി ഈസിയാണ്, ഇവിടെ വരെ വരണ്ട, ഒരുത്തൻ എന്തായാലും ഇവിടെ വന്നിട്ട് ഈ ഫൂട്ടേജസ് എടുത്തിട്ടുണ്ട്, നേരെ അവന്മാർക്ക് കൂടെ അയച്ചു കൊടുത്താൽ ഇങ്ങനത്തെ പരിപാടി ഇവിടെ നടക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് പല രീതിയിൽ എത്രയോ സ്ഥലത്തോടാണ് ഈ വീഡിയോ സർക്കുലേറ്റ് ആയി പോകുന്നത്. ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, യൂട്യൂബ്, പല സ്ഥലങ്ങളിൽ മാറിയിട്ട് ചിലപ്പോൾ നമ്മൾ പോലും അറിയുന്നില്ല ഇത് എവിടൊക്കെ ഏതൊക്കെ സ്ഥലത്തോട്ട് പോകുന്നുള്ളത്. നമുക്കാണെങ്കിൽ ഇത് മനസ്സിലാക്കാൻ പറ്റും, പക്ഷേ ഈ പറയുന്ന വീട്ടുകാർക്കും അല്ലെങ്കിൽ കുറച്ച് പ്രായമുള്ള ആളുകൾ അവർ ഈ സോഷ്യൽ മീഡിയ അത്രയും ഉപയോഗിച്ച് അത്ര ഇതായിട്ടുള്ള ആളുകളല്ലല്ലോ, അവർ വളർന്ന സാഹചര്യം അങ്ങനെയല്ലോ. അപ്പൊ അവരിത് കാണുമ്പോഴത്തേക്കിനും ഒക്കെ സ്വന്തം മക്കളെ ഈ രീതിയിലായെന്നുള്ള രീതിയിൽ അവരെ ചിന്തിപ്പിക്കുന്ന രീതിയിൽ ഇവർ ചിത്രീകരിച്ച് വെക്കുകയാണ്. ഇവര് അങ്ങനെ ചെയ്തവരല്ല, എന്നാൽ ഇവരെ അങ്ങനെ ചിത്രീകരിച്ച് സമൂഹത്തിന് മുന്നിൽ വെക്കുകയാണ് ഇതേപോലുള്ള കുറെ ഏപ്രാച്ചുകൾ. സീരിയസ്ലി ഇത് എല്ലാ ഓൺലൈൻ മീഡിയാസിനും കൂടെ നാണക്കേട് ഉണ്ടാക്കുന്ന തരത്തിലാണ് ഇത്തരത്തിലുള്ള പരിപാടികൾ കാണിച്ചു കൂട്ടുന്നത്. സത്യം പറഞ്ഞാൽ ഇതിനൊരു നിയന്ത്രണം വേണം. മുമ്പൊരിക്കൽ സാബു ചേട്ടൻ ഈ നീലക്കോയിലിന്റെ ഇത് വീഡിയോ തിരിച്ചെടുത്ത് കാണിച്ചപ്പോൾ അവൻ ഓടുകയാണ്. ഇവനെ പോലുള്ളവന്മാര് ഇത് ഞാൻ വീഡിയോ നേരത്തെ പറഞ്ഞ പോലെ സ്വന്തം വീട്ടിലുള്ള സ്ത്രീകൾ ഇതുപോലെ എന്തെങ്കിലും എടുക്കാൻ കുനിയുമ്പോഴും ഒക്കെ ഇവന്മാർ ഇത് നേരെ ഫോണും പിടിച്ചുകൊണ്ട് നേരെ ഇവന്മാർ പോവുമോ? കൃത്യമായിട്ടുള്ള നിയന്ത്രണം ഇവന്മാർക്കൊന്നും ഏർപ്പെടുത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വൻ വിഷയം ഇനി നാളുകളിൽ സംഭവിക്കും. ഇപ്പം സ്വയം ഞാൻ ഇല്ലാണ്ടാവണം എന്നുള്ള രീതിയിൽ ഈ ഒരു ലേഡിക്ക് ചോദിക്കേണ്ടി വരുമ്പോഴത്തേക്ക് ഉണ്ടാവുന്ന മാനസിക സംഘർഷം, ബുദ്ധിമുട്ട് എത്രത്തോളം നിങ്ങളൊന്നും ആലോചിച്ച് നോക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെയൊക്കെ കട്ട്സും അല്ലെങ്കിൽ ഇതിൻ്റെ കുറേ സ്ക്രീൻഷോട്ടൊക്കെ എടുത്തിട്ട് മറ്റു പല രീതിയിൽ കൊണ്ടുപോകും. ഞാൻ മുമ്പൊരിക്കൽ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടേക്കുന്ന ഒരു നോർമൽ ഒരു വീഡിയോയുടെ ഇതിനകത്ത് ഇവന്മാർ കുറച്ച് എഫക്റ്റും എൻ്റെ മുഖമൊക്കെ ഇതാക്കിയിട്ട് മറ്റൊരു ഇതിനകത്ത് കൊണ്ടുപോയിട്ട് ഏതോ നോർത്ത് ഇന്ത്യൻ കുറേ മറ്റേ മക്കൾ കൊണ്ടുപോയി ഇട്ടിട്ട് അവന്മാരുടെ പ്രൊമോഷൻ വേണ്ടിയിട്ട് കുറേ വീഡിയോസിൻ്റെ കൂടെ ആഡ് ചെയ്ത് വെച്ച് ഇതെൻ്റെ കുടുംബത്തിലുള്ള ആൾ ചോദിച്ചിട്ടാണ് നമ്മൾ ഈ സംഭവം അറിയുന്നത്. അപ്പം ഞാൻ പറഞ്ഞു ഞാനിത് അറിഞ്ഞിട്ടുള്ളതല്ല. അപ്പം ഞാനത് ഓക്കെ എന്ന് പറഞ്ഞ് വിട്ടിട്ട് പിന്നെ പല ആളുകളും ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങുമ്പോൾ മനസ്സിലായി ഇത് സീരിയസ് ഇഷ്യൂ ആയിട്ട് നാളെ എനിക്ക് ബാധിക്കാന്ന് വെച്ച് ഞാൻ പിന്നീട് സൈബർ സെല്ലിൽ പോയി കംപ്ലയിൻറ്റ് കൊടുത്ത് അങ്ങനെ അത് ടേക്ക് ഡൗൺ ചെയ്യിപ്പിക്കുകയായിരുന്നു. പക്ഷേ ഇതിൻ്റെ കാര്യത്തിൽ ഇവർ ആറൊക്കെ എടുത്ത് പോകേണ്ടി വരും. എത്രയൊക്കെ മീഡിയാസിലാണ് പോകുന്നത്. സോ ഇതിന് കൃത്യമായിട്ടൊരു നിയന്ത്രണം ഏർപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നാളെ പുള്ളിക്കാരി ഈ ഒരു വീഡിയോക്കകത്ത് പറഞ്ഞ പോലെ സ്വയം ജീവൻ ഇല്ലാണ്ടാക്കുന്ന തലത്തിൽ പല ആളുകളും നാളുകളിൽ അങ്ങനെ ഉണ്ടായേക്കാം. അതുകൊണ്ട് ഇവന്മാർ വലിയൊരു ഭീഷണിയാണ്. അത്ര മാത്രമേ പറയാനുള്ളൂ.